ബി.ജെ.പിക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിന്റെ പൊതുവായ പ്രതികരണം. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലം ചരിത്ര വിജയം ബി.ജെ.പിക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? ഈ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന 20 സീറ്റാണ് നമ്മൾ ജയിക്കുക. ഭൂരിപക്ഷം സീറ്റും ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നല്ല ഭൂരിപക്ഷത്തോടെ ഇത്തവണ വടകരയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കും. ചുമ്മാ തങ്ങി എന്ന് തോറ്റാ പോരേന്ന്. ജനകീയ മുഖമായ CPM അവതരിപ്പിച്ച KK ശൈലജ വടകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലൊന്നിൽ തോറ്റു. എളമരം കരീമും A വിജയരാഘവനും തോമസ് ഐസക്കും തോറ്റു. അവര് കൂവല്ല ആരും കൂവണ്ട. സർക്കാരും കേന്ദ്രീകരിക്കുന്നത് പിണറായിക്ക് വിരുദ്ധമായി ഒന്നും CPM നടക്കില്ല. ഇതാണ് പൊതുബോധം. അങ്ങേക്ക് എന്താ പറയാനുള്ളത്? അതല്ല പൊതുബോധം. അങ്ങനെ ഒരു പൊതുബോധം പാർട്ടിക്കകത്തില്ല. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. നിനക്കും. ബി.ജെ.പിക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിന്റെ പൊതുവായ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.